ഹലോ ഗൈസ്, മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് തൊട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ CRPF കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ 9,000-ലധികം വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതുപോലുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ, പയനീർ, അതായത് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാൻ സാധിക്കുന്ന CRPFന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/5/2026 വരെയാണ്. സോ അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 3 ആണ്. അതായത് 21,700 രൂപ തൊട്ട് 69,100 രൂപ വരെയാണ് സാലറി റേഞ്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് 9,175 വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ബാർബർ, കാർപ്പന്റർ, ഡ്രൈവർ പോലുള്ള നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ മാത്രമായിട്ട് തന്നെ 304ഓളം വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് 9,096 വേക്കൻസീസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് ടോട്ടല് 79 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് കേരളത്തില് ആകെ 2 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. സോ ഇനി അതുപോലെ തന്നെ പയനീർ വിങ്ങിലേക്ക് ടോട്ടല് 20 മെയിൽ വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതായത് മെയ്സൺ, ഇലക്ട്രീഷ്യൻ പോലുള്ള പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, അതായത് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് 21 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതല്ലാതെ ബാക്കിയുള്ള പോസ്റ്റിന് അപേക്ഷിക്കുന്നവർ, അതായത് കാർപ്പന്റർ, ടൈലർ പോലുള്ള പോസ്റ്റുകളിലേക്ക് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം ഏജ് റിലാക്സേഷനും പറയുന്നുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഡ്രൈവർ പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ഹെവി വെഹിക്കിളിന്റെ ലൈസൻസും വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഈ ഒരു ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നതായിരിക്കും. ഇനി അടുത്തത് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ആണ്. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ ഇതിനോട് സംബന്ധിച്ച് 2 വർഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്കും മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്ന പയനീർ വിങ്ങിലേക്ക്, അതായത് മെയ്സൺ ഓർ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസും ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ്, അതായത് ജനറൽ, EWS, OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് 100 രൂപയും SC/ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ആപ്ലിക്കേഷൻ ഫീസും ചോദിക്കുന്നില്ല. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDFന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.